നല്ലൊരു ചുണ്ടയ്ക്ക തോരൻ വെച്ചാലോ? എൻ്റെ വീട്ടിൽ പണ്ട് ചുണ്ടയ്ക്ക തോരൻ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മനസ്സിലുള്ളത് കൊണ്ട് ചുണ്ടയ്ക്കയെ ഞാൻ തല്ലാൻ തുടങ്ങി. ചുണ്ടയ്ക്ക തല്ലി തന്നെ തോരൻ വയ്ക്കണം. എല്ലാവരും ചുണ്ടയ്ക്ക തല്ലാൻ തയ്യാറാവില്ല. കാരണം തല്ലുമ്പോൾ ഇതിനകത്തു നിന്നും കറയുണ്ടാകും. ഈ കറ കൈക്കുള്ളിൽ പറ്റിയാൽ അത് കരി പിടിച്ചതുപോലെയാകും. നമ്മുടെ നാടൻ കറികളിൽ ഏറ്റവും സ്വാദ് കൂടിയ ഒരു ഭക്ഷണമാണ് ചുണ്ടയ്ക്ക തോരൻ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ചുണ്ടയ്ക്കയെ തല്ലി തല്ലി അവശനാക്കി അതിൻ്റെ അരി മുഴുവനും വേർതിരിച്ചെടുക്കുന്നു. ശേഷം അതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. നമ്മൾ ചുണ്ടയ്ക്ക തല്ലുമ്പോൾ സൂക്ഷിച്ച് തല്ലിയില്ലെങ്കിൽ ചുണ്ടയ്ക്ക ഞെട്ടിൽ നിന്നും ചാടിക്കളയും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഗ്രീൻ പീസ് തോരനും അതുപോലെ ചുണ്ടയ്ക്ക തോരനും കൊണ്ട് അടുത്തു വെച്ചാൽ ഏതാണെന്ന് പെട്ടെന്ന് കൺഫ്യൂഷനായി പോകും. കാരണം രണ്ടും ഒരുപോലെ ആയിരിക്കും ഇരിക്കുക. ഞാൻ കൊടുക്കുന്ന ഓരോ ഇടിയിലും ചുണ്ടയ്ക്കയുടെ പദം വന്നു. കാരണം ഛർദ്ദിച്ചു തുടങ്ങി. ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റി. ദാ ഇതുപോലെ ഇരിക്കും. ഇനി ഞങ്ങൾ ഒന്ന് വൃത്തിയായിട്ട് കഴുകട്ടെ എന്നും പറഞ്ഞ് ചുണ്ടയ്ക്ക വെള്ളത്തിലേക്ക് ചാടി. കണ്ടോ, ഗ്രീൻ പീസ് പോലെ തന്നെ. കഴുകി വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്കയെല്ലാം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് പെരട്ടി മാറ്റി വെച്ചു. ശേഷം വേവിക്കാം എന്ന ക്രമത്തിനായി ദാ ഇതുപോലെ പെരട്ടി. കണ്ടോ, ഇപ്പോഴും ഗ്രീൻ പീസ് പോലെ തന്നെ. അടുപ്പത്ത് വെച്ചു വേവിക്കാം. ഞങ്ങൾ വിറവാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഗ്യാസ് അല്ല. ഇനി ഇതിനെ തോരൻ വെച്ച് കഴിക്കണം. ബൈ.